യേശുവിനെ ക്രൂശിക്കാൻ വിധിച്ചത് ഒരു റോമാ ഗവർണറും ക്രൂശിച്ചത് റോമൻ പടയാളികളുമാണെങ്കിലും അത് അവരെ കൊണ്ട് ചെയ്യിച്ചത് യഹൂദ മത നേതൃത്വമാണ്. ഇങ്ങനെയാണ് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നത്. ഇക്കാര്യം കൂടുതൽ ശക്തിയോടെ ദുഃഖവെള്ളിയാഴ്ച നമസ്കാരത്തിൽ ആവർത്തിക്കുന്നു. യേശുവിനെ ക്രൂശിച്ചത് യഹൂദന്മാരാണെന്നും അതുകൊണ്ട് അവർ ശാപയോഗ്യരാണെന്നും നമസ്കാരക്രമത്തിലുടനീളം കാണാം. യേശുവിനെ ക്രൂശിച്ചതിനുള്ള ദൈവശിക്ഷയാണ് AD 70 യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടതും ക്രമേണ യഹൂദജാതി തന്നെ അധപതിക്കുന്നതും എന്ന ചിന്ത ഇവിടെ വ്യംഗ്യമാണ്. യേശുവും ശിഷ്യന്മാരും യഹൂദന്മാരായിരുന്നു. ക്രൈസ്തവ സഭ അന്നുണ്ടായിട്ടുമില്ല. മത നേതൃത്വത്തെ വിമർശിക്കുകയും ക്രമേണ അദ്ദേഹം അവരുടെ കണ്ണിലെ കരടാകുകയും ചെയ്യുന്നു. എന്നാൽ യേശുവിനെ ക്രൂശിച്ചത് റോമാ ഭരണകൂടം തന്നെയായിരുന്നു. എന്നാൽ മത നേതൃത്വത്തെയും ഭരണകൂടത്തെയും ഭയന്ന് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ വിധിച്ചു എന്നെഴുതുവാൻ സുവിശേഷകർ നിർബന്ധിതരായി എന്ന് അനുമാനിക്കാവുന്നതാണ്. യേശുവിനെ ക്രൂശിച്ചതിൻ്റെ ഉത്തരവാദിത്വം റോമാക്കാർക്കാണെന്ന സത്യം വെളിപ്പെടുത്തുന്ന രചനകൾക്കും രചയിതാക്കൾക്കും റോമാ സാമ്രാജ്യത്തിൽ നിലനിൽപ്പ് അസാധ്യമായിരുന്നു. അതുകൊണ്ട് റോമാക്കാരെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ ആ ചരിത്രത്തിൻ്റെ ശിരസ്സു തന്നെ വെട്ടിമാറ്റി യഹൂദന്മാരുടെ തലയിൽ വെച്ചു എന്ന് വേണം കരുതുവാൻ. 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം രാജമതമാണ്. യേശുവിനെ ക്രൂശിച്ചതുകൊണ്ടാണ് യഹൂദർ നശിച്ചു പോയത് എന്നുള്ളത് അന്നത്തെ ക്രൈസ്തവ സഭയുടെ വീക്ഷണമാണ്. യേശുവിൽ നാം ദർശിക്കുന്നത് മനുഷ്യനെ വിധിക്കുന്ന ദൈവത്തെയല്ല, മനുഷ്യനാൽ വിധിക്കപ്പെടുന്ന ദൈവത്തെയാണ്. എപ്പോഴെല്ലാം മനുഷ്യർ ദൈവേഷ്ടം വിട്ടകന്ന് തിന്മയുടെ പക്ഷത്ത് ചേരുന്നുവോ അപ്പോഴെല്ലാം മനുഷ്യർ ദൈവത്തെ ക്രൂശിറ്റുന്നു. എന്തു തന്നെയായാലും പീഡാതാഴ്ചകളാൽ നമ്മെ വീണ്ടോനാം മശിഹ തുടങ്ങി നാഥാതേ സ്തുതിയും എന്ന ഗാനം ആലപിക്കുമ്പോൾ തന്നെ നാം ആത്മീയതയുടെ അനുതാപാർദ്രതയുടെയും ഉത്തുംഗത്തിലാണെന്നുള്ളതാണ് സത്യം.